إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ പാപങ്ങൾ, പിഴവുകളൊക്കെ വിട്ടുപുറത്ത് നാളെ സ്വർഗത്തിന്റെ ഉന്നത ദറജകളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, ഭൗതികമായ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2024 അവസാനിച്ച് 2025 നമ്മൾ കടക്കാനിരിക്കുകയാണ്. പലപ്പോഴും ന്യൂ ഇയർ എന്ന് കേൾക്കുമ്പോൾ ആഘോഷത്തിന്റെ ഓർമ്മകളാണ്, അല്ലെങ്കിൽ അത്തരം പ്രകടനങ്ങളും കാഴ്ചകളുമാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുലരും വരെ സംഗീതവും നൃത്തവും ആട്ടും പാട്ടും വിരുന്നുമൊക്കെയായി പലതരത്തിൽ ആളുകൾ കൂടിച്ചേർന്ന് പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു വലിയ സംഭവമായി ഇന്ന് ന്യൂ ഇയറുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുള്ളതും നമ്മൾ കേൾക്കാറുള്ളതുമായ പല പരിപാടികൾ, ഫൗണ്ടൻ ഷോ എന്ന പേരും അതുപോലെ ആനിമേഷൻ ഷോയും ആ രൂപത്തിൽ പലതരത്തിലുള്ള കാർണിവലും ലൈറ്റ് ഷോയും അത്തരത്തിലുള്ള പല ഫെസ്റ്റുകളും ഷോകളും ഒക്കെ നമ്മുടെ ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് ഇങ്ങനെ പൊന്തി വരുന്നത് കാണാൻ സാധിക്കും. അതിനോടൊപ്പം കരിമരുന്ന് പ്രയോഗങ്ങളും
വാദ്യമേളങ്ങളുമൊക്കെ ഇത്തരം ദിവസങ്ങളിൽ വളരെ ശക്തമായി രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രവുമല്ല, ലഹരി വസ്തുക്കളുടെ വ്യാപകമായ ഉപയോഗം ഇത്തരം ആഘോഷങ്ങളിലാണ് കടന്നു വരുന്നത് എന്നുള്ളതും മറ്റൊരു നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഇപ്പോ ക്രിസ്മസ് ആഘോഷത്തിന്റെ പേരിൽ കോടിക്കണക്കിന് ലിറ്റർ മദ്യം വിറ്റുപോയ കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ വിറ്റഴിക്കാൻ പോകുന്ന ഒരു ദിവസവും കൂടി മാറുകയാണ് ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ. ആ രൂപത്തിൽ ലഹരികളുടെ ഒരു വ്യാപകമായ ഉപയോഗം അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇസ്ലാം പുതുവർഷത്തിന് പ്രത്യേകതയൊന്നും കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആഘോഷമോ അത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേകമായ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളോ അങ്ങനെ ഒന്നും ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. തിരിച്ച് ഇസ്ലാം ഒരു വർഷം കൂടി കഴിഞ്ഞു പോയി എന്ന ചിന്തയിലേക്കാണ് യഥാർത്ഥത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസികളെ കൊണ്ടുവരുന്നത്. ഒരു വർഷവും കൂടി കൊഴിഞ്ഞു. അള്ളാഹു രേഖപ്പെടുത്തിയ നമ്മുടെ ആയുസ്സിൽ നമുക്കറിയില്ല എവിടെയാണത് അവസാനിക്കുക എന്ന്. ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ആ സ്റ്റോപ്പ് എവിടെയാണോ അള്ളാഹു നിശ്ചയിച്ചത് അതിലേക്ക് ഒരു വർഷം കുറഞ്ഞു. അതാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി അതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രവുമല്ല, രാവും പകലും ഇരുളും വെളിച്ചവുമൊക്കെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. അധ്വാനത്തിനും വിശ്രമത്തിനുമൊക്കെ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച ഒരു അനുഗ്രഹം. അത്തരം അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകൾക്ക് ലക്ഷ്യമാക്കിയ ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗത്തിലേക്ക് ലക്ഷ്യം പൂർത്തീകരണത്തിന് വേണ്ടി ഓടിയടുക്കുവാനുള്ള പ്രവർത്തനങ്ങളിൽ മുന്നേറുവാനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വിശ്വാസികളോട് കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതുവർഷം പിറക്കുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടതും ഓർത്തിരിക്കേണ്ടതുമായ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതും നമ്മൾ ചിന്തിക്കാറുള്ളതുമൊക്കെയായ കാര്യങ്ങളാണ്. എങ്കിലും സാന്ദർഭികമായ ചില ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് അത്തരം ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. പലതരത്തിലുള്ള മരണങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആഘോഷത്തിമിർപ്പിനിടയിൽ വാഹന അപകടത്തിൽ പൊലിഞ്ഞ ജീവനുകൾ, 6 പേർ ഒരു വാഹന അപകടത്തിൽ പൊലിഞ്ഞത് നമ്മൾ ഈ അടുത്ത് കേട്ടതാണ്. പല മഹാന്മാരുടെയും മരണം ഈ അടുത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല സൽക്കർമ്മിയായിരിക്കെ ആത്മാർത്ഥമായി പണിയെടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിച്ചു കൊണ്ടിരിക്കെ, ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കെ ആ സമയത്ത് മുന്നേക്ക് മറിഞ്ഞു വീണ് മരണം സംഭവിക്കുന്ന വാർത്തയും ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ടും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇത് നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഈ മരണ വാർത്തകളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മണിക്കൂറുകളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തു നിന്നുള്ള വിരാമത്തിന് സമയമെടുത്തു എന്ന ചില ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കണം. കാരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ നമ്മളോട് ഒപ്പി നിൽക്കുന്നതാണല്ലോ, അതിനേക്കാളിലും അടുത്തായാണ് മരണമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുമാത്രവുമല്ല, സർവ്വരസങ്ങളെയും സർവ്വസുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളം ഓർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂ സുഫിയാനും ഉബൈദുല്ലാഹി ഇബ്നു ദിർഹമിയും ഇവർ തമ്മിൽ നടന്ന ഒരു സംഭാഷണം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സന്ദർശിച്ച ഉബൈദുല്ലാഹിയോട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നിങ്ങളൊന്ന് പങ്കുവെക്കണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഈ ഉബൈദുല്ലാഹ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം മുആവിയ റളിയല്ലാഹു അൻഹുവിനോട് പങ്കുവെക്കുകയാണ്. അദ്ദേഹം പറയാണ്, എന്റെ നാട്ടിൽ ഒരിക്കൽ ഒരു അപരിചിതനായ വ്യക്തി, നമുക്കൊന്നും പരിചയമില്ല, മറ്റേതോ ദേശത്തുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു. ആരാണെന്ന് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഞങ്ങളുടെ നാട്ടിൽ വെച്ചായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ വന്ന ആ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ മയ്യത്ത് നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങളെല്ലാരും കൂടി കുളിപ്പിച്ചു.
അദ്ദേഹത്തിന്റെ മയ്യത്ത് കഫൻ തുണിയിൽ പൊതിഞ്ഞ് അദ്ദേഹത്തെ മറമാടുവാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയി. അങ്ങനെ ഖബർസ്ഥാനിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അല്ലെങ്കിൽ ആ മൃതദേഹം ഞങ്ങൾ മറവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഈ ഉബൈദുള്ള കുറെ കാര്യങ്ങൾ ചിന്തിച്ചു. അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോ വല്ലാത്ത ഒരു സങ്കടം, വേദന അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായി. ആ ഒരു വേദന അദ്ദേഹത്തിനെ ഒരു 2 വരി കവിത, മരണത്തെ കുറിച്ച് ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന ആ സന്ദർഭവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കവിത അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും ആ സമയത്ത് ഉരുവിടുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെയാണ് പാടിയത്: എന്നാണ്. ആ കവിതയുടെ വരികളുടെ അർത്ഥം ഇങ്ങനെയാണ്: അപരിചിതരായവരാണ് ഇന്ന് ഇദ്ദേഹത്തിന് വേണ്ടി കരയുന്നത്. ഇന്ന് മറമാടുമ്പോ വിഷമിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കരയുന്നതുമൊക്കെ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത അപരിചിതരായ ആളുകളാണ്. എന്നിട്ട് അദ്ദേഹം അതിന്റെ തുടർച്ചയായി കൊണ്ട് പറയുകയാണ്: ഇദ്ദേഹത്തെ അറിയുന്ന കുടുംബക്കാരുണ്ട്, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്. അവരൊന്നും ഇദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് അറിയാതെ ചിലപ്പോൾ സന്തോഷിക്കുകയായിരിക്കുമെന്നാണ്. ഈ വരി ഇങ്ങനെ പാടുന്നത് അദ്ദേഹത്തിന്റെ അടുത്തു നിന്ന മറ്റൊരു വ്യക്തി കേൾക്കുകയും അങ്ങനെ ആ കൂട്ടുകാരൻ ഈ ഉബൈദുള്ളയോട് പറയുകയുണ്ടായി: ഈ കവിത അത് എഴുതിയ വ്യക്തിയെ താങ്കൾക്ക് അറിയുമോ? ഈ കവിത ആരാണ് എഴുതിയത് എന്ന് താങ്കൾക്ക് അറിയുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു: ഇല്ല, ആരാണ് എഴുതിയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൂട്ടുകാരൻ പറഞ്ഞു: ആ എഴുതിയ വ്യക്തിയാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത് എന്ന്. ആ വരികൾ എഴുതിയ വ്യക്തിയാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത് എന്ന്. അദ്ദേഹത്തിന്റെ വരികൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ അത് അന്വർത്ഥമായി മാറി. സഹോദരങ്ങളെ, മരണം അങ്ങനെയാണ്. എവിടെയെന്നില്ല, എങ്ങനെയെന്നില്ല, ഏത് സന്ദർഭത്തിലാണെന്നില്ല, ഏത് പ്രായത്തിലാണെന്നില്ല, എവിടെ വെച്ചാണെന്നില്ല അള്ളാഹു പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിൽ ആ വിഷയത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തി: فلا تعلم نفس إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. എവിടെ വെച്ച് മരിക്കുമെന്ന്, തൊട്ടടുത്ത നിമിഷം എന്ത് പ്രവർത്തിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല, ഒരാൾക്കും അറിയില്ല. അത് അള്ളാഹുവിന്റെ ഇൽമിൽപ്പെട്ടതാണ്, അവന്റെ അറിവിൽപ്പെട്ടതാണ്, അവന്റെ കഴിവിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണചിന്ത ഒന്നാമതായി ഇത്തരം സന്ദർഭങ്ങൾ, ഒരു വർഷം അവസാനിക്കുമ്പോ, ഒരു പുതുവർഷം തുടങ്ങുമ്പോ അവിടെ നമുക്ക് പുതിയ തീരുമാനങ്ങളും പുതിയ കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ടി ഇത്തരം ചിന്ത അനിവാര്യമാണ് എന്നുള്ളത്. രണ്ടാമതായി ദുനിയാവിന്റെ നശ്വരതയെ നമ്മൾ തിരിച്ചറിയണം, ഒന്ന് ഓർമ്മിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം. കാരണം ദുനിയാവിന്റെ പാച്ചിൽ, ദുനിയാവിനോടുള്ള മുഹബ്ബത്ത് മനുഷ്യന്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും. അതിനെ പിശാച് പരിപോഷിപ്പിക്കും. അങ്ങനെ നമ്മൾ സമയമില്ലാത്തവരായി മാറും. ഒന്ന് ദിക്ർ ചൊല്ലാൻ പോലും സമയമില്ലാത്തവരായി മാറും. സലാം വീട്ടിയാൽ ഉടൻ പുറത്തിറങ്ങുന്ന അവസ്ഥ ഉണ്ടാവും. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ സമയമില്ലാത്ത ഒരു അവസ്ഥയായി മാറും. ഖുർആൻ ഒന്ന് മറിച്ചു നോക്കി ഒരു പേജ് പോലും ഓതാൻ സമയമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതിനൊക്കെ ഒരു പരിഹാരമാണ് ദുനിയാവിന്റെ നശ്വരതയെ കുറിച്ച് നമ്മളൊന്ന് ഓർക്കണം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയെടുത്ത് പറഞ്ഞു: ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുന്നുവോ, വഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നുവോ, ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, അവനാണ് യഥാർത്ഥ വിജയി. എന്നിട്ട് പറഞ്ഞു: വമൽ ഹയാത്തുദ് ദുനിയ, ദുനിയാവിന്റെ ജീവിതത്തെ കുറിച്ച് നീ മനസ്സിലാക്കണം, അത് മതാഉൽ ഖുറൂർ, വഞ്ചിക്കുന്ന ഒരു വിഭവമാണ്. അത് വഞ്ചിക്കും നമ്മളെ, പല തരത്തിൽ നമ്മളെ കൊണ്ട് ചാടിക്കും, പല രൂപത്തിൽ നമ്മളെ ദുനിയാവിന്റെ വിഷയത്തിൽ ഇൻവോൾവ് ആക്കും. അത് നമ്മൾ പരലോകത്തേക്കുള്ള ചില പ്രവർത്തനങ്ങൾക്ക് അത് തടസ്സമായി മാറും, അതിൽ കുറവ് സംഭവിക്കും, അത് നമ്മളുടെ പരലോക വിജയത്തെ ചിലപ്പോൾ ബാധിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും: ലൗ കാനത്തിദ് ദുനിയ തഅദിലു ഇൻദല്ലാഹി ജനാഹ ബഊദത്തിൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഈ ഒരു ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്രയെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിൽ,
അങ്ങനെയെങ്കിലും ഒന്ന് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ സഖാ കാഫിറൻ മിൻഹാ ശർബത മാഇൻ. ഒരൊറ്റ സത്യനിഷേധികളെയും ഒരൊറ്റ അതിക്രമകാരികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുറുക്ക് ഒരു കവിൾ വെള്ളം പോലും കുടിപ്പിക്കില്ലായിരുന്നു അല്ലാഹു തആല. ദുനിയാവിന് എന്തെങ്കിലും വില കൽപ്പിച്ചിരുന്നെങ്കിൽ, കൊതുകിന്റെ ചിറകിനോളം വില കൽപ്പിച്ചിരുന്നെങ്കിൽ, നിഷേധികളായ അതിക്രമികളായ ആളുകൾക്ക് അല്ലാഹു ഒന്നും നൽകില്ലായിരുന്നു, അത് തടഞ്ഞു വെക്കുമായിരുന്നു. അത്ര പോലും അല്ലാഹു വില കൽപ്പിച്ചിട്ടില്ല. ഇവിടെ ആസ്വദിക്കാനുള്ള അവസരമാണ്, ഇവിടെ ആസ്വദിക്കാനുള്ള അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. പക്ഷെ തിരിച്ചറിയേണ്ടവനും ചിന്തിക്കേണ്ടവനും ചിന്തിച്ച് തിരിച്ചറിഞ്ഞ് അവന്റെ ജീവിതത്തെ നന്നാക്കണമെന്നുള്ളത് അവിടെ നമുക്ക് നൽകുന്ന ഒരു പാഠമാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ നശ്വരതയും പരലോകം ശാശ്വതമാണെന്നുള്ള, അല്ലെങ്കിൽ അവിടെയാണ് എന്നെന്നും ജീവിച്ചിരിക്കേണ്ടതുണ്ടെന്ന് എന്നുള്ള ഒരു തിരിച്ചറിവ് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണമെന്നുള്ളത് ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഒരുക്കം നമ്മൾ നടത്തണം എന്നുള്ളതാണ്. മരണത്തെക്കുറിച്ച് ഓർക്കണം. ദുനിയാവ് അത് എപ്പോഴും ഏത് നിമിഷവും നശിക്കാൻ സാധ്യതയുള്ളെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊരു ഒരുക്കമാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ചോദിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്തൊന്നാണ് സമ്പാദിച്ചു വെച്ചത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു കൊള്ളട്ടെ. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രവർത്തിക്കണം. എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കണം. നമ്മളുടെ കൈകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മൾ ചിലവഴിക്കുന്ന ചിലവഴിക്കലുകളിൽ അള്ളാഹുവിന്റെ മാർഗത്തിലും പരലോകത്തേക്കും സ്വർഗത്തിനും വേണ്ടി എന്തൊന്ന് ചിലവഴിച്ചിട്ടുണ്ടെന്നും നിർവഹിച്ചിട്ടുണ്ടെന്നും പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ എന്നാണ് നബി സല്ലല്ലാഹു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ടാണ് ഖബറിടം കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നിറഞ്ഞത്. ഖബറിടം കാണുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടി രോമങ്ങൾ നലിമാറ് കണ്ണ് നിറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഇഖ്വാനി ലിമിസ്ലി ഹാദാ ഫഅഇദു. സഹോദരങ്ങളെ, ഇതുപോലെയാണ് നമ്മളുടെയും അവസ്ഥ. 3 കഷ്ണം തുണിയിൽ പൊതിയും, മണ്ണിലേക്ക് ഇറക്കി വെക്കും, 3 പിടി മണ്ണ് വാരി മുകളിലേക്കിടും, മറമാടും, അവർ തിരിച്ചു പോകും. നാളെ ഇതുപോലെ ആയിരിക്കും നമ്മളുടെയും അവസ്ഥ. ഒരുങ്ങിക്കോളൂ എന്നാണ് പറഞ്ഞത്. റസൂലുള്ളാഹി പറഞ്ഞു, ഒരുങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അതുമാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറിന്റെ ആളുകളെ, ഖബറാളികളെ, അല്ലാഹുവിന്റെ സമാധാനം, രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, അൻതും സലഫുന വനഹ്നു ബിൽ അഥർ, നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പേ കടന്നുപോയവരാണ്, ഞങ്ങൾക്ക് മുമ്പേ ഗമിച്ചവരാണ്, ഞങ്ങൾ നിങ്ങളുടെ തൊട്ടുപിറകിലുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് ഖബർ കാണുമ്പോൾ, ഖബർ സന്ദർശിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചത് എന്തിനാ? അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുവാനും ആലോചിക്കുവാനും വേണ്ടിയിട്ടാണ്. അതിനോടൊപ്പം ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന് സമയത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചുമാണ്. അത് രണ്ടും അനുഗ്രഹമാണ്. നിഅ്മതാൻ, 2 അനുഗ്രഹങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിനോടൊപ്പം പറഞ്ഞു, മഖ്മൂൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്, ജനങ്ങളിൽ അധികം ആളുകളും അശ്രദ്ധരാണ്, ആ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ആ സിഹ്ഹത്ത് വൽ ഫറാഗ്, ആരോഗ്യത്തെയും ഒഴിവ് സമയത്തെയും കുറിച്ച് നന്നായി ചിന്തിക്കണമെന്നും ആലോചിക്കണമെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തി. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു ദിവസം എന്നിൽ നിന്ന് കുറയുമ്പോൾ, ഒരു ദിവസം എന്റെ ആയുസ്സിൽ നിന്നും കുറയുകയും എന്റെ അവസരം അവസാനിക്കുകയും ആ ദിവസം എന്റെ കർമ്മങ്ങളിൽ എനിക്കൊരു വർധനവും നടത്താൻ കഴിയാത്ത ഒരു സന്ദർഭം എന്റെ മനസ്സിൽ, എന്റെ ചിന്തയിൽ കടന്നു വന്നാൽ ആ ദിവസം ഖേദിച്ചതുപോലെ മറ്റൊരു ദിവസവും ഞാൻ ഖേദിച്ചിട്ടില്ല എന്നാണ്. കണ്ടോ, ഒരു ദിവസം കടന്നുപോയി, ആയുസ്സിലെ ഒരു ദിവസം നഷ്ടപ്പെട്ടു.
ആ നഷ്ടപ്പെട്ട ദിവസത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ചിന്ത എന്റെ മനസ്സിൽ കടന്നു വന്നാൽ അതുപോലെ ഒരു ഖേദം എനിക്ക് വേറെ ഇല്ല എന്ന് പറയുക. മഹാനായ ഹസൻ ബസ്രി റഹ്മഹുല്ലാഹ് ഇങ്ങനെ ഒരു സമയത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാ മിൻ യൗമിൻ യുൻശഖു ഫജ്രിഹി ഇല്ലാ വയുനാദി യബ്ന ആദം അന ഖൽഖുൻ ജദീദ്. ഒരൊറ്റ പ്രഭാതവും മനുഷ്യ നിന്റെ മുന്നിൽ പൊട്ടിവിടരുന്നില്ല. ഒരൊറ്റ പ്രഭാതവും പൊട്ടിവിടരുന്നില്ല നിന്നോട് വിളിച്ചു പറഞ്ഞിട്ടല്ലാതെ യബ്ന ആദം അന ഖൽഖുൻ ജദീദ്, ആദമിന്റെ മകനെ, ആദം സന്തതിയെ, അന ഖൽഖുൻ ജദീദ്, ഞാനൊരു പുതിയ പ്രഭാതമായി, പുതിയ ഒരു സൃഷ്ടിയായി നിന്റെ മുമ്പിൽ വിളർന്നിരിക്കുകയാണ്. വഅലാ അമലിക ഷഹീദ്, നിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽ ഞാൻ സാക്ഷിയാണ്. ഫതസവ്വദ മിന്നി, എന്നിൽ നിന്നും നീ പാഥേയത്തെ സ്വീകരിക്കണം. നിന്റെ പരലോക യാത്രയിലേക്കുള്ള പൊതിച്ചോറ് ഇഹലോകത്തെ സുഖാഡംബരങ്ങളല്ല, ഇവിടുത്തെ ആഡംബരത്തെ കുറിച്ചല്ല, പരലോകമാകുന്ന ഒരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന യാത്രക്കാരനാണ് നീ. ദുനിയാവിൽ നീ ഒരു യാത്രക്കാരനാകണമെന്ന് റസൂലുള്ളാഹി പറഞ്ഞല്ലോ. ആ യാത്ര സുഗമമായി തീരാൻ നിന്റെ കയ്യിൽ കരുതേണ്ട കുറെ പൊതിച്ചോറുകളുണ്ട്, പാഥേയമുണ്ട്. അത് ശേഖരിക്കാനുള്ള അവസരമാണ് ദുനിയാവ്. അതുകൊണ്ട് എന്നിൽ നിന്നും ആ പാഥേയത്തെ നീ സ്വീകരിക്കുക. എന്നിട്ട് ആ ദിവസം പറയുമെന്നാണ്, ഞാൻ അവസാനിച്ചു പോയാൽ, ദിവസമാകുന്ന ഞാൻ അങ്ങ് കൊഴിഞ്ഞു പോയാൽ, ഖിയാമത്ത് നാൾ വരെ ഞാൻ പിന്നെ തിരിച്ചു വരില്ല. എനിക്കൊരു മടക്കമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നിമിഷങ്ങളായാലും മിനിറ്റായാലും മണിക്കൂറായാലും കഴിഞ്ഞോ അത് കഴിഞ്ഞു, പിന്നെ ഇല്ല, തിരിച്ചു വരില്ല. അതുകൊണ്ട് ശേഖരിക്കാനോ എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാനോ ഉണ്ടെങ്കിൽ കരുതി വെച്ചോ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖുതുബകൾ പ്രശസ്തമാണ്. പ്രാസമൊത്ത, ആരും കേട്ടിരുന്നു പോകുന്ന, ആരുടെയും ഹൃദയങ്ങളിലേക്ക് തറഞ്ഞു കയറുന്ന വാക്കുകൾ കൊണ്ട് പ്രഭാഷണം നടത്തുന്ന, പ്രസംഗം നടത്തുന്ന വ്യക്തിത്വമായിരുന്നു മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, ദുനിയാവ് മുമ്പേ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുനിയാവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ തുടർന്ന് വരാനിരിക്കുന്നതാണ് ആഖിറത്ത്. ദുനിയാവിനെ തുടർന്ന് നമ്മളിലേക്ക് വരാനിരിക്കുന്ന ഒന്നാണ് ആഖിറത്ത്. എന്നിട്ട് പറയുന്നു, വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ മക്കളായിരിക്കും, സന്തതികളായിരിക്കും നിങ്ങളുള്ളത്. ഒന്നുകിൽ ദുനിയാവിന്റെ മക്കളായിരിക്കും, അല്ലെങ്കിൽ ആഖിറത്തിന്റെ മക്കളായിരിക്കും, ഏതെങ്കിലും ഒന്നായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണം, നിങ്ങൾ പരലോകത്തിന്റെ സന്തതികളാകണം. വലാ തകൂനൂ മിൻ അബ്നാഇദ് ദുനിയ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്, നിങ്ങൾ ദുനിയാവിന്റെ സന്തതികളാകരുത്. അതിന്റെ കൂടെ ഓടിപ്പിണഞ്ഞ് അതിനോടുകൂടി ഒടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിൽ നിങ്ങളായി തീരരുത്. നിങ്ങൾ ആഖിറത്തിന്റെ സന്തതികളാകണം. ഫഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബുൻ, ഫഇന്നൽ യൗമ അമൽ, ഇന്നിന്റെ ദിവസം പ്രവർത്തനങ്ങളുടെ ദിവസമാണ്, അമലിന്റെ ദിവസമാണ്. വലാ ഹിസാബ്, ഇന്ന് വിചാരണയില്ല, ഇന്ന് വിചാരണയില്ല, ഇന്ന് അമലിന്റെ ദിവസമാണ്. വഗദൻ ഹിസാബുൻ വലാ അമലുൻ, നാളെ വിചാരണയുടെ ദിവസമാണ്, പ്രവർത്തനത്തിനുള്ള ദിവസമല്ല. ശ്രദ്ധേയമായ വാക്കുകളാണ്. നാളെ വിചാരണയാണ്, പ്രവർത്തനമില്ല. ഇന്ന് പ്രവർത്തനമാണ്, വിചാരണയില്ല. സൂക്ഷിക്കുക എന്നാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കുകയും ആലോചിക്കുകയും ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരികയും, ഒരു പുതിയ വർഷം തുടങ്ങുമ്പോൾ എനിക്ക് കുറെ മാറാനുണ്ട്, എനിക്ക് കുറെ കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്, നടപ്പിലാക്കാനുണ്ട്. എന്റെ നമസ്കാരം, എന്റെ നോമ്പ്, എന്റെ ഐച്ഛികമായ നമസ്കാരങ്ങൾ, സുന്നത്തായ നോമ്പുകൾ, എന്റെ ദാനധർമ്മം, സ്വതക്ക, സക്കാത്ത്, എന്റെ വർത്തമാനത്തിൽ, എന്റെ പെരുമാറ്റത്തിൽ, എന്റെ ഇടപെടലുകളിൽ, എന്റെ കച്ചവടത്തിൽ, എന്റെ തൊഴിൽ മേഖലകളിൽ, എന്റെ സുഹൃത്തുക്കളുമായുള്ള ഇടപെടലുകളിൽ, യാത്രകളിൽ, എന്റെ രഹസ്യത്തിൽ, എന്റെ പരസ്യത്തിൽ, ഇവിടെയൊക്കെയോ ചില വീഴ്ചകൾ, പോരായ്മകൾ നമ്മളിലൊക്കെ ഉണ്ട് പ്രിയമുള്ളവരെ. അത് തിരുത്തി ഒന്ന് ശുദ്ധിയായി പരിശുദ്ധി പ്രാപിച്ച് മുന്നോട്ട് കയറാൻ ഇത്തരം സന്ദർഭങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു ആ രൂപത്തിൽ, നല്ല രൂപത്തിൽ യഥാർത്ഥ വിശ്വാസിയായി, മുഅ്മിനായി,
മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് റബ്ബിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ചിന്തിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊന്ന്, അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങണം എന്നുള്ളതാണ്. ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്നുവരെ, ഈ നിമിഷം വരെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകൾ റബ്ബിനോട് ഏറ്റുപറഞ്ഞാൽ റബ്ബത് സ്വീകരിക്കാനും പുറത്തു തരാനും പരിശുദ്ധി നൽകുവാനും അവൻ എല്ലാ സമയത്തും തയ്യാറാണ്. അങ്ങനെ ഒരു ഖേദിച്ചു മടങ്ങൽ നമ്മൾ കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ പരലോക വിജയത്തിന് ആധാരമാണ്. അതുകൊണ്ട് പാപമോചനം നടത്തിയാൽ നമുക്കൊരു നഷ്ടവുമില്ല. അള്ളാഹു പാപങ്ങൾ പുറത്തു തരും. അതോടൊപ്പം ചിലപ്പോൾ പാപങ്ങളെ അള്ളാഹു പുണ്യമാക്കി മാറ്റുകയും ചെയ്യും. അത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. ആ രൂപത്തിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ, അവന്റെ സൃഷ്ടിപ്പിനെ, ആ സൃഷ്ടിപ്പിന്റെ സൃഷ്ടിപ്പിനെയും അത് സൃഷ്ടിച്ച സൃഷ്ടാവിനെയും ഒക്കെ മറന്നുകൊണ്ട് ലോകം ആഘോഷ തിമിർപ്പിൽ ആറാടുവാൻ വേണ്ടി അതിന്റെ പ്ലാനിങ്ങുകളും പദ്ധതികളും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൃഷ്ടാവിലേക്ക് കൂടുതൽ മടങ്ങുവാൻ വേണ്ടി നമ്മൾ ചിന്തിക്കുക. അതിനെന്ത് ചെയ്യുമെന്ന് നമ്മൾ ആലോചിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യുക. ആ രൂപത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട ആദർശ പ്രബോധന രംഗത്ത് വളരെ ശക്തമായ സാന്നിധ്യമായി നിലകൊള്ളുന്ന നമ്മുടെ നേതാക്കന്മാർ, നേതൃത്വം, ബഹുമാന്യായ ഹാരിസ് ബിൻ സലീം, നമ്മളൊക്കെ ഒരുപാട് പ്രസംഗങ്ങളും ഖുതുബകളും ഒക്കെ കേൾക്കുന്ന ഒരു വ്യക്തിത്വമാണ്. മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചിരുത്തി വളരെ നന്നായി അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ശാരീരികമായ ചില അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെയായി ICUലായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥന ആവശ്യമാണ് അദ്ദേഹത്തിന് വേണ്ടി. കാരണം ഒരു ആയിരക്കണക്കിന് ആളുകളുടെ മാനസികമായ വേദനകളും പ്രയാസങ്ങളും ഒക്കെ പരിഹരിച്ചു കൊടുക്കുന്ന, ആ രൂപത്തിൽ സംസാരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കഴിവ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാവിധത്തിലുമുള്ള പ്രയാസങ്ങൾ പരിപൂർണമായും നീക്കി പൂർണ്ണമായ ശിഫ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. എത്രയും വേഗം പഴയ ആരോഗ്യത്തിലേക്ക്, പരിപൂർണമായ ആഫിയത്തിലേക്ക് തിരിച്ചു വരുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മളെയും ഒക്കെ പ്രബോധന രംഗത്ത് കൂടുതൽ ശക്തമായി ഇറങ്ങാനും ആ രൂപത്തിൽ പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ആദർശ സഹോദരി, അവരുടെ സർജറിയുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ആ സർജറിയാണ്, അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുവാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ എല്ലാവിധത്തിലുമുള്ള പ്രയാസം പരിപൂർണമായും നീക്കിക്കൊടുക്കുമാറാകട്ടെ. ആ സർജറി മറ്റുള്ള യാതൊരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുമില്ലാതെ, പ്രയാസവുമില്ലാതെ സുഖകരമായ രൂപത്തിൽ ആ സർജറി പൂർത്തിയാകുവാനും അവരിലുള്ള പ്രയാസങ്ങൾ പരിപൂർണമായും നീങ്ങുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ രൂപത്തിൽ പല സഹോദരങ്ങളും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു സഹോദരൻ ഖുർആൻ ക്ലാസ്സിലെ സാന്നിധ്യമായിരുന്നു. ഒന്നുകിൽ അദ്ദേഹം ഒരു ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ പഠിതാവായിരിക്കും. ആ രൂപത്തിൽ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച കൗൺസിലിൽ നമ്മളൊക്കെ പങ്കെടുത്ത കൗൺസിലാണ്. അദ്ദേഹവും ആ കൗൺസിലിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നമ്മുടെ നേതൃത്വവുമായി സംസാരിച്ച് പിരിഞ്ഞുപോയ വ്യക്തിത്വമാണ്. വളരെ കുറഞ്ഞൊരു സമയം കൊണ്ട് അദ്ദേഹത്തിന്റെ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ച് പരലോകത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള പല ആളുകളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. രോഗബാധിതരായി കിടക്കുന്നവരുണ്ട്. മരണപ്പെട്ടു പോയവരുടെയൊക്കെ ഖബറിടം അല്ലാഹു വിശാലമാക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, പല രൂപത്തിലുമുള്ള സാമ്പത്തികമായ വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കച്ചവട രംഗത്ത് പ്രയാസം അനുഭവിക്കുന്നവർ, അല്ലാഹു എല്ലാ രൂപത്തിലും ഖൈറും ബർക്കത്തും നമുക്ക്
നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇണകളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും സമ്പാദ്യങ്ങളിലും എല്ലാം അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح.